സാർ, ഈ കോൺഗ്രസ്സിലെ തർക്കങ്ങൾ മാറുന്നില്ല. ഇപ്പോൾ കെ സുധാകരൻ വീണ്ടും പുതിയ കുറേ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വർക്കിംഗ് പ്രസിഡന്റുമാർ അത്തരത്തിലുള്ള സിസ്റ്റം തന്നെ കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്ന രീതി അത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഇവരെ തെരഞ്ഞെടുത്ത കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു KPCC പ്രസിഡന്റാണ്, മുൻ KPCC പ്രസിഡന്റാണ് ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ കാണാം അതിനെ? സുധാകരൻ പിന്നെ സണ്ണി ജോസഫിനെ ആശീർവദിച്ചിട്ട് പുറത്തിറങ്ങി ആലോചിച്ചത് ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. ക്ഷണിതാവ് എന്ന നിലയിൽ വിളിക്കുമ്പോൾ മാത്രം പ്രവർത്തക സമിതി യോഗത്തിന് പോകേണ്ടി വരുന്ന ഒരു സാധാ കോൺഗ്രസ് നേതാവായിട്ട് നടന്നാൽ മതിയോ? അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് അയാൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട അറ്റൻഷനായി എപ്പോഴും നിൽക്കുക എന്നതാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആ ശ്രദ്ധ തന്നിൽ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അയാൾ നേതാവെന്ന നിലയിൽ ഏറെക്കുറെ മൃതപ്രായനായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയാവുന്ന സുധാകരൻ ഇപ്പോൾ കിട്ടിയ തൻ്റെ ഇടം ഒരു കളിക്കുള്ള കളിക്കളമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനും ഹൈക്കമാൻഡിനെതിരെയാണ് അദ്ദേഹം ആദ്യം ഒരു ഇൻ്റർവ്യൂവിൽ ആരോപണം പറഞ്ഞത്. തന്നെ ഓട് വേണ്ട പോലെ ആലോചിക്കാതെയാണ് തലസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അപ്പോൾ ഹൈക്കമാൻഡ് അത് ക്ലാരിഫൈ ചെയ്തു. അങ്ങനെയല്ല, 2 തവണ സുധാകരനുമായിട്ട് സംസാരിച്ചിരുന്നു ഈ മാറ്റത്തെക്കുറിച്ച്. അത് വീണ്ടും ഇപ്പോൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തത് അത് ശരിയാണ്, എന്നോട് സംസാരിച്ചു എൻ്റെ സ്ഥാനം മാറുന്നതിനെ പറ്റി. പിന്നീട് KPCCയിൽ വരുന്ന പുതിയ രാഷ്ട്രീയ തസ്തികകൾ അതിലാരൊക്കെ വരും എന്ന കാര്യം ചർച്ച ചെയ്തില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരെ നിയോഗിക്കുന്നു, UDF കൺവീനർ സ്ഥാനം മാറുന്നു, തന്നെ ഒരുപക്ഷെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു എന്നത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ KPCCക്ക് ഒരു 3 അംഗ വർക്കിംഗ് പ്രസിഡന്റ്മാർ വരുന്നു. അത് വിഷ്ണുനാഥ്, അനിൽകുമാർ, ഷാഫി പറമ്പിൽ, ഈ 3 പേര്. അതിൽ ഒരാൾ MLA ആണ്, ഒരാൾ MP ആണ്, 2 പേര് MLA ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് എന്തൊക്കെയാണ് ഉദ്ദേശം? ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ടനുസരിച്ച് ഇവിടുത്തെ ഒരുപാട് നേതാക്കളുമായിട്ട് ദീപാദാസ് മുൻഷി സംസാരിച്ചു കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ അവസാന തീരുമാനം എടുത്തതെന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്തിരിക്കും. അത് സുധാകരൻ അറിയാത്തതെന്ത് എന്നത് ഒരുപക്ഷെ അറിയാമെങ്കിലും അദ്ദേഹം അജ്ഞതപടി ഭാവിക്കുകയാണ്. അദ്ദേഹത്തോട് അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ ചർച്ച ഒരുപക്ഷെ നേതൃത്വം നടത്തിയിട്ടുണ്ടാവില്ല. എങ്കിലും ഇപ്പോൾ കേന്ദ്ര ഹൈക്കമാൻഡ് ഈ തീരുമാനമെടുത്ത പ്രധാനപ്പെട്ട അതിൻ്റെ ബ്രെയിൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ദേശം തനിക്ക് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു റബൽ സാന്നിധ്യമായി നിൽക്കാൻ പറ്റും എന്നാണ്. ആ റബലിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്നും കോൺഗ്രസ്സിൽ ഒരു വിമത ശബ്ദത്തിന് ഇടമുണ്ട്. അത് കരുണാകരൻ്റെ കാലത്ത് AK ആൻ്റണിയും പിന്നീട് തുടർന്ന് വയലാർ രവി, VM സുധീരൻ എന്നും കോൺഗ്രസ്സിലെ വ്യവസ്ഥാപിത നേതൃത്വത്തോട് കലഹിച്ച് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ റബൽ എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും വ്യക്തമായി അറിയാവുന്ന ഒരാൾ കോൺഗ്രസ്. എനിക്ക് തോന്നുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് പലതും. ഈ ബാറുകളൊക്കെ നിർത്തുന്ന തീരുമാനമൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു പരിധി വരെ പിന്നോട്ട്. അത് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഒരു യുദ്ധത്തിന് അദ്ദേഹം അതൊരു ആയുധമാക്കി വേണം കരുതാൻ. അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാക്കി. ഇപ്പോൾ അതിനേക്കാൾ ആവേശത്തോടെ LDF വന്നപ്പോൾ അത് എല്ലാം തുറന്നു, 3 ഇരട്ടി ബാർ തിരിച്ചു വരിക. ഈ സമൂഹം മദ്യത്തിന്റെ വ്യാപനം കൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. മദ്യവർജനമാണ് അവരുടെ മദ്യവർജനം ആണ്. മദ്യം എല്ലാവർക്കും കൊടുത്തിട്ട് കുടിക്കരുതടാ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ കോൺഗ്രസ്സിലെ ഈ പൊളിറ്റിക്സിൽ എപ്പോഴും ഒരു വിമത ശബ്ദത്തിന് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസ്സിലുണ്ട്. അതിനെ അവർ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒടുവിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വരും. അതാണ് എല്ലാവർക്കും ബൈൻഡിങ്. ഇല്ലെങ്കിൽ അതാണ് പിന്നീട് ഫോളോ ചെയ്യുന്നത്. അവസരം
കിട്ടുമ്പോൾ പിന്നെ അതിനെയും എതിർക്കുക. അപ്പോൾ ഈ എതിർപ്പും കലഹവും കോൺഗ്രസിൻ്റെ ജീവശ്വാസമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. അതിന് ഒരു അച്ചടക്കമുള്ള പാർട്ടിയായിട്ട് അങ്ങനെ നിലനിന്ന കോൺഗ്രസ് തന്നെ മരിച്ചു പോകും. നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് AK ആൻ്റണിയുമായിട്ട് കേരളത്തിലെ അന്നത്തെ യുവകവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് വീക്ഷണത്തിലൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ബാലേന്ദ്രനോട് ആൻ്റണി വീക്ഷണത്തിൻ്റെ മുതലാളി എന്ന നിലയിലൊരു ചോദ്യം ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി ഏതാണ്? അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞത് കോൺഗ്രസ്. ഞങ്ങളുടെ പത്രത്തിൽ ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയെപ്പറ്റി അങ്ങനെ പറയാൻ, ഞങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണ്ട, സത്യമായിട്ട് പറയാം, കോൺഗ്രസ് തന്നെയാണ്. എന്തുകൊണ്ട്? കരുണാകരൻ നിങ്ങളും കൂടി ഇത്ര കാലം അടിയുണ്ടാക്കിയിട്ട് ഈ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അതാണ് കാരണം. അപ്പോൾ ആൻ്റണി ഉടൻ തന്നെ ബാലേന്ദ്രന് കൈ കൊടുക്കുകയും ഇന്ന് തന്നെ നീ ജോയിൻ ചെയ്തോളാൻ പറയുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ എത്ര കാലമായിട്ട് ഈ ഒരു രീതി തുടർന്ന് പോവുകയാണ്. എപ്പോഴും രണ്ടുപേരുണ്ടാവും. ഒരു രണ്ട് ഗ്രൂപ്പും ശക്തമായിട്ടുണ്ടാവും. ഗ്രൂപ്പിനുള്ള ഗ്രൂപ്പുണ്ട്, പല 4-5 ഗ്രൂപ്പൊക്കെ പ്രവർത്തിച്ചിട്ട് കാലമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കോൺഗ്രസ് ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം പിന്നെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഈ വ്യത്യസ്ത ചിന്താഗതിക്കാരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കോൺഗ്രസിന്റെ വിജയം എന്ന ഒറ്റ ലക്ഷ്യം. കേരള കോൺഗ്രസ് മറ്റേ പിളരും തോറും വളരും, വളരും തോറും പിളരും എന്ന് പറയുന്ന പോലെ ഇത് പിളരുന്നില്ല. പിളരുന്നില്ല, പിളരാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പിളർന്നാലും ഒരുപക്ഷെ DIC ഉണ്ടാക്കി കരുണാകരനും മുരളീധരനും പോയിട്ട് തിരിച്ച് ആദ്യം കരുണാകരൻ വന്ന് പിന്നെ മുരളീധരൻ. അപ്പോൾ അതുപോലെ കോൺഗ്രസ്സിൽ ഈ സുധാകരൻ ഉയർത്തിയിരിക്കുന്ന വിമത ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അതിനകത്ത് സാമുദായിക സന്തുലിതാവസ്ഥയുടെയൊക്കെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. സുധാകരന് ഫൈറ്റ് ചെയ്യുവാനുള്ള ഒരിടം കോൺഗ്രസ്സിൽ അദ്ദേഹം പതുക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു വിലയിരുത്താൻ ഒരു സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു 3-4 മാസം കഴിയുമ്പം അറിയാൻ പറ്റും. പക്ഷേ ഒരുപാട് കടമ്പകൾ കടന്നു പോകുന്നുണ്ട്. അതായത് DCC പ്രസിഡന്റ്മാരെ എല്ലാം മാറ്റുകയാണ്. അത് തൃശ്ശൂർ ഇപ്പോൾ അടുത്ത കാലത്താണ് മാറ്റിയത്. അപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള DCC പ്രസിഡന്റ്മാരെയൊക്കെ മാറ്റുന്ന അടക്കമുള്ള വലിയ തീരുമാനങ്ങളിലേക്ക്, അടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിട്ട് വരും. മാത്രമല്ല DCC പ്രസിഡന്റ് ആവാൻ മോഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരുടെ അതൃപ്തിക്ക് കാരണമാകും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും DCC പ്രസിഡന്റ്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാന ഘടകമാണ്. അപ്പം എല്ലാവർക്കും അഭിമതനായിട്ടുള്ള ഒരാൾ വന്നാൽ മാത്രമേ അവിടുത്തെ വാർഡ് തലത്തിലാണെങ്കിലും എല്ലാവരും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും. അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിനെ നേരിടാൻ സണ്ണി ജോസഫിനെ കൊണ്ട് കഴിയുമോ? സണ്ണി ജോസഫിൻ്റെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം ഇലക്ഷനിയറിങ്ങിന് മിടുക്കന്മാരാണ്. വിഷ്ണു ആയാലും പിന്നെ ഷാബി ആയാലും അനിൽകുമാർ ആയാലും ഇവർ 3 പേരും ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്ത്. അതുപോലെ അടൂർ പ്രകാശ്, ഇവർ ഇലക്ഷൻ ഫൈറ്റേഴ്സാണ്. അപ്പോൾ DCC റീവാമ്പിങ്ങിൽ ഇവർ ആ ഇലക്ഷൻ ഫൈറ്റിങ്ങിൽ കാണിച്ച മികവ് ഇത് പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല. എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഇവരെ എല്ലാം അറിയാം. അപ്പോൾ ഓരോ ജില്ലയിലും പറ്റിയ നേതാക്കളെ കൊണ്ടുവരണം. അപ്പോഴിവിടെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നവർ ഈ ഗ്രൂപ്പ് അവർക്ക് അനുകൂലമായി ഗ്രൂപ്പും MLA-മാരെയും കൂടുതൽ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമവും ഈ DCC പ്രസിഡന്റുമാരുടെ തീരുമാനത്തിലുണ്ടാവും. കാരണം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന എത്ര ജില്ലാ പ്രസിഡന്റുമാർ, സതീശന് പിന്തുണയ്ക്കാവുന്ന എത്ര പേർ, ഇതൊന്നും അല്ലാത്ത സുധാകരൻ ഒരു കളി കളിക്കുകയാണെങ്കിൽ സുധാകരൻ ഇപ്പോഴും പറയുന്നുണ്ട്, എന്നോടൊപ്പം ആത്മാർത്ഥതയോടെ നിൽക്കുന്ന അനേകം പ്രവർത്തകരുണ്ട്, ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ഞാൻ ഒരു ചെറുവിരൽ അനക്കിയാൽ അവർ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അഭിലാഷം പോലും സാധിച്ചു തരാൻ മിടുക്കന്മാരായ ഫോളോവേഴ്സ് എനിക്കുണ്ട് എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. അതൊക്കെ ഒരു പലരെയും ഉന്നം വെച്ചിട്ടുള്ള സംഭാഷണം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് സുധാകരനെ അനുകൂലിക്കുന്ന എത്ര DCC തലവന്മാർ വരും. ഇതൊക്കെ ഈ റീവാമ്പിങ്ങിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുനഃസംഘടിപ്പിക്കുമ്പോൾ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയാണ്. അതിൽ വിഷ്ണുവും മറ്റ് ഷാഫിയും അനിൽകുമാറും എങ്ങനെ സണ്ണി ജോസഫിനെ സഹായിക്കും എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മാത്രമേ വർക്കുള്ളൂ. മറ്റേ പ്രസിഡന്റിന് എന്താണ് ജോലി? അധ്യക്ഷനാണോ
ഇങ്ങനൊരു ചോദ്യം ഈ തീരുമാനം വന്നപ്പോഴേ വന്നിട്ടുണ്ട്. സാമാന്യ ജനങ്ങളുടെ വന്നിട്ടുണ്ട്. മനസ്സിൽ തോന്നിയത്. അതെ. അപ്പോൾ പ്രസിഡന്റിന് എന്താ പണി? പണി. ആ, അപ്പോൾ അതൊക്കെ വ്യക്തമാവേണ്ട ഒരു സമയമാണ് വരുന്നത്. വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.